ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സിമ്പിൾ ഡെക്കറേഷൻ തന്നെയാണ്. കേക്കിലേക്ക് ഐസിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കളറൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനിവിടെ പർപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ഷുഗറിൻ്റെ ആണ്. 2-3 ഡ്രോപ്പ് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പൈപ്പ് മേഖലേക്ക് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ടിപ്പ് ചെറുതായിട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം കേക്കിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കളർന്ന് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഐസ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് ആ ഒരു വേവ് ഡിസൈനായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. സൈഡിൽ കൊടുത്തതിന് ശേഷം ടോപ്പിലും ഇതേ ഡിസൈൻ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ടോപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു സർക്കിളായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നൈഫൊന്ന് വെച്ചിട്ട് ആ ഒരു ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഈ ഒരു ഡിസൈനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോസൽ ഡെക്കറേഷൻ കൊടുക്കാം. എടുക്കുന്ന ടിപ്പ് 2-3-4 ആണ്, നമ്മുടെ ഗ്രാസ് ടിപ്പാണ്. പിന്നെ വൈറ്റ് ക്രീമിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സൈഡിലേക്ക് ആ ഒരു എഡ്ജിൽ വരുന്ന രീതിയിൽ നമുക്ക് 2-3 ലെയറായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എടുത്തിട്ടുള്ളത് പെറ്റൽ ടിപ്പാണ് കേട്ടോ. ഈ ഒരു ടിപ്പാണ്, നോസിലെ നമ്പറില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റൽ നോസിൽ യൂസ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കളർ എടുക്കുന്നത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു പർപ്പിളിലേക്ക് കുറച്ചും കൂടെ ഒന്നുകൂടി ഒന്ന് പർപ്പിൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 ഡ്രോപ്പ് പിങ്കും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലേക്ക് കിട്ടും. എന്നിട്ട് ഈ ഒരു ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഫ്ലവർ നെയിലേക്ക് ബേസ് കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ പെറ്റൽസായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഒത്തിരി വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം വലുപ്പത്തിൽ ഫ്ലവർ വേണോ അതിനനുസരിച്ച് പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടിക്കൊടുക്കാം കേട്ടോ. ആ ലെയർ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കേക്കിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തെടുക്കാവേ. ഇതേ നമ്മൾ ആ ഒരു ഫ്ലവർ തന്നെ വീണ്ടും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ഫ്ലവർ കേക്കിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ അധികം പെറ്റൽസ് ഒന്നും ഇല്ലാതെ നമ്മൾ വലിയ പെറ്റൽസായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഓരോ ലെയറിലും ഓരോ പെറ്റൽസായിട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമ്മളങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ബേസ് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ സെയിം ഫ്ലവർ തന്നെ കൊടുത്താലും മതി കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ വൈറ്റും ഒന്ന് ചെയ്തിട്ടുണ്ട്, കേക്കിലേക്ക് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് കൂടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗാർഡൻ ഗ്രീനും പിന്നെ അതിലേക്ക് കുറച്ച് റെഡ് ചേർത്തിട്ടുണ്ട്, പിന്നെ ലീഫ് ഗ്രീനും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഷെയ്ഡിലേക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വലിയ സൈസിലോ ചെറിയ സൈസിലോട്ട് ലീവ്സൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ലീവ്സാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് അധികമായിട്ട് തന്നെ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിലേക്ക് ആ ഒരു ഡെക്കറേഷനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റ് നിന്ന് റൈറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ഡെക്കറേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് യൂസ്ഫുൾ ആയിട്ടാണെന്ന് കരുതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്